ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ വ്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. കൊച്ചിയിൽ, അതായത് എറണാകുളത്ത് ഹൈക്കോർട്ടിലാണ് വാട്ടർ മെട്രോൻ്റെ ഓഫീസുള്ളത്. ഹൈക്കോർട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് വൈപ്പിൻ, അതേപോലെ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. മറൈൻ ഡ്രൈവിൽ കാണപ്പെടുന്ന ഈ സ്ഥലം തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാൽ മറൈൻ ഡ്രൈവിലെല്ലാം എത്തും. ഹൈക്കോർട്ട് സ്റ്റോപ്പിലാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നത്. ഹൈക്കോർട്ടിലേക്ക് 2-3 വഴിയുണ്ട് റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഹൈക്കോടതി പരിസരത്താണ്, അതായത് ഹൈക്കോർട്ട് ബിൽഡിങ്ങിലാണ് ഈ വാട്ടർ മെട്രോ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യത്തിനും അന്വേഷണത്തിനും ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റും ഉണ്ട്. അവരോട് ചോദിച്ചാൽ അവർ കാര്യങ്ങൾ പറയും. ഇതാണ് ഹൈക്കോടതിയുടെ ഫ്രണ്ട് ഭാഗം. പഴയ ഹൈക്കോടതി ബിൽഡിംഗ് ഉണ്ട്, പുതിയ ഹൈക്കോടതി ബിൽഡിംഗ് ഉണ്ട്. പുതിയ ഹൈക്കോടതി ബിൽഡിങ്ങിന്റെ അടുത്താണ് ഹൈക്കോർട്ട് എന്ന് പറയുന്ന സ്ഥലം. ഹൈക്കോടതിക്ക് അകത്തല്ല ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഹൈക്കോർട്ട് എന്നത് ആ ബസ് സ്റ്റോപ്പിന്റെ, ആ സ്ഥലത്തിന്റെയും പേരാണ്. അതുകൊണ്ട് ഹൈക്കോർട്ടിലാണ് നമ്മൾ ഈ വാട്ടർ മെട്രോയിലേക്ക് പ്രവേശിക്കുന്ന ഈ പ്രവേശന കവാടം. ഇതാകുന്നു പ്രവേശന കവാടം. അകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി ഇവിടെയാണ്. ഇതിലൂടെ നമ്മൾ അകത്തേക്ക് കടന്ന് ഫ്രണ്ടില് ചെക്കിംഗ് ഉണ്ട്. ഇതിനകത്തുകൂടി മാത്രം അകത്തേക്ക് പ്രവേശിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടെ വെയിറ്റിംഗ് സ്ഥലമുണ്ട്. ഇതാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലം. അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടെ ഇരിക്കുവാനുള്ള സ്ഥലമുണ്ട്. ബോട്ടില് ഇന്നെല്ലാം നല്ല തിരക്കാണ്. അതുകൊണ്ട് 2-3 ബോട്ടിനുള്ള ആളുണ്ട്, 2-3 വാട്ടർ മെട്രോക്കുള്ള ആളുണ്ട്. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഇതാണ് വാട്ടർ മെട്രോന്റെ ടിക്കറ്റ്. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റാണ്. ATM കാർഡ് പോലെ ഇരിക്കും. ഇവിടെയാണ് എല്ലാവരും വാട്ടർ മെട്രോ ബോട്ടിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. വാട്ടർ മെട്രോ ബോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നടന്ന് ബോട്ടിനടുത്തേക്ക് പോവുകയാണ്. ഇനി എല്ലാവരും വരിവരിയായിട്ട് പുറത്തിറങ്ങി ക്യൂ നിൽക്കുന്നു. വാട്ടർ മെട്രോ ബോട്ട് വന്നു. അവിടെ നിന്ന് ആളുകൾ ഇറങ്ങി എല്ലാവരും പോയതിനു ശേഷം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. അവിടെ ഒരു കമ്പവല, ചൈനവല, കമ്പവല, ഇതാണ് എറണാകുളത്തെ, അതായത് ഫോർട്ട് കൊച്ചിയിലെ പ്രധാന ഒരു കാഴ്ച. ആ വല ഉയർത്തുകയാണ്. അതിൽ ചിലപ്പോൾ മീനുകളെല്ലാം ധാരാളമൊക്കെ ലഭിക്കാനിടയായിത്തീരും. വല ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. ഇപ്പൊ എല്ലാവരും വാട്ടർ മെട്രോ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോറെല്ലാം ഓട്ടോമാറ്റിക് ആണ്. ബട്ടൺ ഞെക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറെല്ലാം തുറന്നു വരും. എല്ലാവരും വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തിരക്കാണ് ഇപ്പോൾ. ക്രിസ്മസ് സീസൺ, 2024 ക്രിസ്മസ് സീസണാണ്. അതുകൊണ്ട് എല്ലാ ബോട്ടും ഫുള്ളായിട്ടാണ് കയറി പോകുന്നത്. ഇരുന്നും നിന്നുമൊക്കെ ഇതിൽ യാത്ര ചെയ്യാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ മൊത്തം AC ആണ്.
ഇരിക്കാനുള്ള സീറ്റുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ബസ്സിൽ നിൽക്കുന്നത് പോലെ മുകളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ചെല്ലുന്നവർക്ക് സീറ്റ് കിട്ടും, ബാക്കിയുള്ളവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തിരുന്ന് നല്ല മനോഹരമായ കാഴ്ച കാണാൻ തക്കവണ്ണം നല്ല വലിയ ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. മറയൊന്നുമില്ല. ബോട്ടിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചാർജർ എല്ലാം ഉണ്ട്. മൊബൈൽ ചാർജർ ആവശ്യമില്ല, അതിൻ്റെ പിന്ന് മാത്രം കൊണ്ടുവന്നാൽ മതി, വയറ് കൊണ്ടുവന്നാൽ മതി. ഇതാണ് വാട്ടർ മെട്രോ ബോട്ടുകൾ. എല്ലാം ഫുൾ AC ആണ്. അത്യാവശ്യക്കാരല്ല, സ്ഥലം കാണാൻ പോകുന്നവരാണ് അധികം ഇതിൽ യാത്ര ചെയ്യുന്നത്. 15 മിനിറ്റ് ഇടവിട്ട് ഇപ്പോൾ തിരക്കായതുകൊണ്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ഡോർ തുറന്ന് വെളിയിൽ പോകാൻ അനുവാദമില്ല. ഒരാൾക്ക് 40 രൂപയാണ് ഫീസ്, ടിക്കറ്റ് നിരക്ക്. ഒരാൾക്ക് 40 രൂപ വെച്ച് നമ്മൾ ഗൂഗിൾ പേ ആയിട്ടോ പൈസ ആയിട്ടോ നമുക്ക് കൊടുക്കാം. ഫോൺ പേയോ ഗൂഗിൾ പേ ആയാലും അവർ സ്വീകരിക്കും. അതിനകത്തിരുന്നിപ്പോൾ നമ്മൾക്ക് കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ വാട്ടർ മെട്രോ ബോട്ട് പുറപ്പെടാൻ സമയമായി. ഇത് അതിനുള്ളിലുള്ള കാഴ്ചകളാണ്. അതിനകത്ത് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ബോട്ടിന് എന്തെങ്കിലും ആക്സിഡന്റോ ഏതെങ്കിലും വിധത്തിൽ മുങ്ങുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോറെല്ലാം തുറക്കും. നമ്മൾ ഇരിക്കുന്ന സീറ്റിനടിയിൽ തന്നെ ലൈഫ് ജാക്കറ്റും കിറ്റുകളെല്ലാം ഉണ്ട്. അതെല്ലാം അണിയുന്ന രീതികളെല്ലാമാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. സേഫ്റ്റിയാണ്, ഇതങ്ങനെ പേടിക്കാനുള്ള യാതൊന്നും തന്നെയില്ല. അതിനകത്തിരുന്നുകൊണ്ട് മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഈ കാണുന്ന സ്ഥലമാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. വലിയ വലിയ ഷിപ്പുകളെല്ലാം വന്ന് അവിടെ കിടക്കും. വലിയ ഷിപ്പാണ് കിടക്കുന്നത്. കാഴ്ചക്ക് ചെറുതുപോലെ നമ്മൾ ദൂരെ കൂടിയാണ് പോകുന്നത്. ഇപ്പൊ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ആ ഷിപ്പിനകത്തേക്ക് കണ്ടെയ്നറുകളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര അടുത്ത് കാണാൻ സാധിക്കത്തില്ല. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഓരോ ബോട്ടുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാത്ത രീതിയിൽ വീഡിയോ ഫോട്ടോയിൽ എടുക്കാൻ അനുവാദമുണ്ട്. ധാരാളം ജനങ്ങളും യൂട്യൂബേഴ്സും എല്ലാം ഇതിനകത്ത് യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു ഉല്ലാസയാത്രയായിട്ടാണ് ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യക്കാരൊന്നും അല്ല, കാഴ്ച കാണാനായിട്ടാണ് ഫോർട്ട് കൊച്ചിയിലേക്കും വൈപ്പിനിലേക്കും എല്ലാം എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബോട്ടിനകത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ്. നല്ല ക്യാമറയെല്ലാം കൊണ്ടുവന്നാൽ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കാൻ സാധിക്കും. ഇത് ബോട്ടിനകത്തുള്ള കാഴ്ചകളാണ്. മറ്റുള്ളവർക്കാർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ വേണം വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കുവാനായിട്ട്. ആരും അങ്ങനെ ഒന്നും പറയത്തില്ല. എല്ലാവരും സഹകരിക്കും. എല്ലാവർക്കും അറിയാം, എല്ലാവരും വീഡിയോ എല്ലാം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് തടിയൂരി പോരവനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും യാത്ര ചെയ്താൽ നല്ലതായിരിക്കും. എറണാകുളത്ത് ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ പിന്നെ അവിടെ നിന്ന് തടിയൂരി പോരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ടൂറിസത്തിന് വലിയ മുഖ്യത്വം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് എല്ലാവരും ഉചിതമായും യുക്തമായും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യണം.
ഇതൊരു 2 നില ബോട്ടാണ്. ഒരു മണിക്കൂറിന് 150 രൂപയും 200 രൂപയും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ബോട്ടുകളിലുമെല്ലാം ചുറ്റി കറങ്ങി ഈ വേമ്പനാട്ട് കായലെല്ലാം കറങ്ങി കാണാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിനകത്തും നല്ല പാട്ടെല്ലാം വെച്ച് മൈക്കെല്ലാം തരും. മൈക്കെല്ലാം വെച്ച് നല്ല ടൂർ. ഇത് അടുത്ത ബോട്ട് തിരിച്ചു വരികയാണ് ഈ കാണുന്നത്. ഇതാണ് വാട്ടർ മെട്രോ ബോട്ട്. നമ്മൾ യാത്ര ചെയ്യുന്നതും ഇതേപോലെയുള്ള സെയിം ബോട്ടാണ്. ഇതാണ് ജങ്കാർ സർവീസ്. ഇത് വൈപ്പിനിലേക്ക് ജങ്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ജങ്കാർ എന്ന് വെച്ചാൽ ലോറിയും ബസ്സും കാറും ബൈക്കും യാത്രക്കാരും എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സർവീസാണ് ഈ കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോയും ഇപ്പോൾ വൈപ്പിൻ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്താറായി. ഇപ്പം നമ്മുടെ മെട്രോ ബോട്ടും എത്താറായിട്ടുണ്ട്. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത്. ഇതിനകത്ത് ലോറിയും ബസ്സും കാറുകളും ബൈക്കുകളും യാത്രക്കാരും എല്ലാം കിടക്കാം. ഇതാണ് വാട്ടർ മെട്രോ വൈപ്പിൻ ബോട്ട് ജെട്ടി. ഇപ്പം നമ്മുടെ മെട്രോയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാൻ സമയമായിട്ടുണ്ട്. ഏകദേശം ബോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അതിൽ നിന്ന്, ഇതാണ് ജങ്കാർ. ഇതിനകത്തേക്കാണ് ആദ്യം കാറുകളും പിന്നെ ബൈക്കുകളും ലോറിയോ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം കയറ്റിയതിനു ശേഷമാണ് അവസാനമാണ് ബൈക്കുകൾ. ഇത് വൈപ്പിൻ ആണ്. വൈപ്പിൻ ജെട്ടിയാണ് ഈ കാണുന്നത്. മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതും. ഇവിടെ നിന്നും പല സ്ഥലത്തേക്കും പോകാൻ സാധിക്കും. ഈ പോകുന്നത് ഇതിപ്പോ നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഈ പോകുന്നത്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ്സോ ലോറിയോ ബൈക്കോ യാത്രക്കാരോ എല്ലാവർക്കും ഇതിനകത്ത് കയറാം. കാറാണെങ്കിൽ ഒരു 10 കാറ്, ബസ്സും ലോറിയൊക്കെ ആണെങ്കിൽ 2 or 3 ഒക്കെ എല്ലാം കയറും. ഇതാണ് വൈപ്പിൻ വാട്ടർ മെട്രോ. ഇവിടെ നിന്ന് ധാരാളം ബസ്സുകൾ എല്ലാ ഭാഗങ്ങളിലേക്കും ലഭിക്കുന്നതാണ്. ഇവിടെയും നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ചെറായി ബീച്ച് ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ നിന്ന് ബസ് കയറി പോയിട്ടുണ്ടെങ്കിൽ ചെറായി ബീച്ചിൽ എത്തിച്ചേരാം. ഏറ്റവും വലിയ നല്ല മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ചെറായി ബീച്ച്. ഇതെല്ലാം വലിയ വലിയ ഷിപ്പുകളാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് അക്കരെ കാണുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെട്രോയിലെല്ലാം കയറി സ്ഥലങ്ങൾ കാണാനാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് വീഡിയോ പിടിക്കാനായിട്ട് ആണ് ഞങ്ങളും ഈ യാത്രയെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ അനേക യൂട്യൂബേഴ്സും ഇതിനകത്തുണ്ട്. ആസ്പിൻ വാൾ പഴയ ബ്രിട്ടീഷുകാരുടെ താമസ സ്ഥലങ്ങളാണ് കാണുന്നത്. ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാട്ടർ മെട്രോ ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിലും വന്നു. വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇപ്പോൾ അവിടെ നിന്ന് ജങ്കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി 15 മിനിറ്റ് ഗ്യാപ്പിൽ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ധാരാളം പേർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകളും കാണാം. ഇപ്പോൾ നമ്മുടെ മെട്രോ ബോട്ടും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീഡിയോ പിടിക്കാനായിട്ട് ജങ്കാറും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ജങ്കാർ സർവീസ് എന്ന് പറയുന്ന ജങ്കാർ ബോട്ട്. വളരെ താഴ്ചയുള്ളതും വളരെ ശാന്തമായതുമായ ഒരു കായലാണ്. നല്ല മനോഹരമായ കാഴ്ചകളെല്ലാമാണ് ഈ കാണുന്നത്. കമ്പവലകളും അതായത് ചീനവലകളും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളുമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ
നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിംഗ് ആണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ബിൽഡിംഗ്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ പ്രധാന ബീച്ച്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വാസ്കോ ഡി ഗാമ സ്ക്വയറിലാണ് എത്തിച്ചേരുന്നത്. ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ കരിങ്കൽ കെട്ട് നിറഞ്ഞ ഒരു സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഫോർട്ട് കൊച്ചി ബീച്ച് അല്ല, വാസ്കോ ഡി ഗാമ സ്ക്വയർ എന്ന് പറയണം. എന്നാലേ ഓട്ടോറിക്ഷക്കാരും മറ്റുള്ള വാഹനങ്ങളുമെല്ലാം നമുക്ക് കൃത്യസ്ഥലത്ത് എത്തിച്ചേരുള്ളൂ. വാസ്കോ ഡി ഗാമ സ്ക്വയറിൽ ചെന്നാലാണ് നമുക്ക് ധാരാളം നല്ല കാഴ്ചകളുള്ളത്. ഫോർട്ട് കൊച്ചി വാസ്കോ ഡി ഗാമ സ്ക്വയറിൽ ഹൈക്കോർട്ടിൽ നിന്ന് നമ്മൾ വാട്ടർ മെട്രോയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർട്ട് കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഫോർട്ട് കൊച്ചി വാസ്കോ ഡി ഗാമ സ്ക്വയറിലാണ് വന്നിറങ്ങുന്നത്. അതുകൊണ്ട് അധികം നമുക്ക് സ്ഥലമൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മെട്രോ ബോട്ട് എത്തിച്ചേർന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ചാടി പുറത്ത് കയറുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കൂട്ടര് ഇതിനകത്തേക്ക് കയറാനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ഓഫീസ് കെട്ടിടം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ മതി, ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്, വാസ്കോ ഡി ഗാമ സ്ക്വയർ. അവിടെ നിന്ന് നേരെ അങ്ങ് നടന്നാൽ മതി. അതുതന്നെ നമുക്ക് ബീച്ചിലേക്കുള്ള നല്ല കാഴ്ചകളും കച്ചവട സ്ഥാപനങ്ങളും, തുറന്ന ബീച്ച്, അതായത് മണൽത്തിട്ടയോടുകൂടി എല്ലാവർക്കും വെള്ളത്തിൽ കളിക്കാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ പറ്റിയ നല്ല തുറന്ന ബീച്ചാണ് അവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് വാസ്കോ ഡി ഗാമ സ്ക്വയറിലേക്ക് എല്ലാവരും വരുന്നത്. നല്ല മത്സ്യങ്ങളെല്ലാം കിട്ടും. ആ മത്സ്യങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത്, മത്സ്യം വാങ്ങിയിട്ട്, മീനുകളെല്ലാം വാങ്ങിയിട്ട്, ഫിഷ് വാങ്ങിയിട്ട് അവിടെ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. ആ മീൻ വാങ്ങുന്ന കടയിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.